ഇന്ത്യയുമായി താരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രംപിന് ധാരാളം ആൾക്കാർ താക്കീതുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടരുത് എന്നാണ് ഇപ്പോൾ ട്രംപിനോട് ഇവരെല്ലാം പറയുന്നത്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് കിർക്ക് ലൂബിമോവ് എന്ന് പറയുന്ന പ്രമുഖ വ്യവസായിയും ടെസ്റ്റ് ബെഡ് സ്ഥാപകനുമായിട്ടുള്ള വ്യക്തി. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നത് അമേരിക്കയ്ക്ക് അപകടം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. UN മുൻ അംബാസിഡറായിട്ടുള്ള നിക്കി ഹാലി ഇത് ചൈനയ്ക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്കിൾ കുങ്മാൻ അമേരിക്കയിലെ സൗത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തീരുമാനത്തിന് ദോഷകരമായിട്ടുള്ള ആഘാതം അമേരിക്കയിൽ ഉണ്ടാകുമെന്നാണ്. MP ആയിട്ടുള്ള ഗ്രിഗറി മിക്സ് രംഗത്തെത്തിയിട്ട് പറഞ്ഞത് വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധം ട്രംപ് തകർത്തു. ഇത് ബിൽഡ് ചെയ്യാൻ അമേരിക്ക വർഷങ്ങളെടുത്തു. അതായത് ഇന്ത്യയുമായുള്ള ഈ ആത്മബന്ധം ബിൽഡ് ചെയ്യാനെന്നാണ്. അതായത് ഫോർമർ US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർട്ട് ക്യാമ്പൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ആരോടെങ്കിലും 21ാം നൂറ്റാണ്ടിൽ കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയോടായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്തായിരുന്നാലും ഇതിൽ ട്രംപ് വളരെയധികം അസ്വസ്ഥനായിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ട്രംപിന് അവിടെ തന്നെ വലിയ രീതിയിലുള്ളൊരു പിരിമുറുക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു പുറമെ US ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി അവരും ട്രംപിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ട്രംപ്സ് ലേറ്റസ്റ്റ് ടാരിഫ് ടാൻട്രം റിസ്ക് ഇയേഴ്സ് ഓഫ് കെയർഫുൾ വർക്ക് ടു ബിൽഡ് എ സ്ട്രോങ്ങസ്റ്റ് US ഇന്ത്യ പാർട്ട്ണർഷിപ്പ്. ഇത് പറയുന്നത് US ഫോറിൻ അഫയേഴ്സ് ആണ്. വി ഹാവ് ഡീപ് സ്ട്രാറ്റജിക് എക്കണോമിക് ആൻഡ് പീപ്പിൾ ടു പീപ്പിൾ ടൈസ്. കൺസേൺസ് ഷുഡ് ബി അഡ്രസ്ഡ് ഇൻ എ മ്യൂച്വലി റെസ്പെക്റ്റഡ് വേ കൺസിസ്റ്റന്റ് വിത്തൗട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ് എന്നാണ് അവർ പറയുന്നത്. അതായത് ട്രംപിൻ്റെ ഈ തീരുമാനം നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ആയിട്ടുള്ള ഡീപ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പീപ്പിൾ ടു പീപ്പിൾ ടൈസ് അതെല്ലാം അവസാനിപ്പിക്കാനേ ഉതകൂ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്തായിരുന്നാലും ഇതിലെല്ലാം വിറളിപ്പുണ്ട്. ട്രംപ് ഇപ്പോൾ പുതിയ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താരിഫുകളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞാൽ 1929 പോലെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക മാന്ദ്യം നേരിടേണ്ടി വരുമെന്നാണ്. എന്തായാലും ട്രംപ് ഇത് പറഞ്ഞ് US കോടതിയെ ഭീഷണിപ്പെടുത്തുകയാണെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ദുർബലപ്പെടുത്തരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച US കോടതിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധ നയത്തിൽ IEEPA പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ നിയമം US പ്രസിഡന്റ് സാമ്പത്തിക ഇടപാടുകളിൽ അധിക അധികാരങ്ങൾ നൽകുന്നു. ഇതുപയോഗിച്ച് ട്രംപ് ഇന്ത്യയിൽ 50% താരിഫ് ചുമത്തിയിട്ടുണ്ട്. എന്തായാലും താരിഫുകൾ അമേരിക്കയ്ക്ക് നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. താരിഫുകൾ ഓഹരി വിപണിയിൽ വലിയ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നു. കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് $100 ബില്യൺ വരുന്നുവെന്നും ട്രംപ് ട്രൂത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും US കോടതിക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ നിയമത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ച് തീരുമാനമെടുത്താൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇത് സംഭവിച്ചാൽ 1929 പോലെ ഒരു മഹാമാന്ദ്യം ഉണ്ടാകും. അപ്പോൾ അമേരിക്കയ്ക്ക് അത്തരം ഒരു നീതിന്യായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. എന്നിരുന്നാലും എനിക്ക് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടണമെങ്കിൽ ഈ തീരുമാനം വളരെ കാലം മുമ്പേ എടുക്കേണ്ടതായിരുന്നു എന്ന് ട്രംപ് ഇപ്പോൾ കോടതിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ട്രംപ് എന്തിനാണ് കോടതിയെ ഭീഷണിപ്പെടുത്തിയത്? ട്രംപ് എന്തോ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഈ കോടതിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ട്രംപ് വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ IEEPA എന്ന് പറഞ്ഞ നിയമം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നിയമപ്രകാരമുള്ള പ്രസിഡന്റിൻ്റെ അധികാരങ്ങളുടെ പരിധിയെക്കുറിച്ചുള്ള നിയമപരമായിട്ടുള്ള പരിശോധന വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ. എന്തായാലും വ്യാപാര നയത്തിനായി നിയമം ഉപയോഗിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെ വഞ്ചിക്കുന്നുവെന്ന് പല നിയമവിദഗ്ധരും വാദിക്കുന്നു. ഇതാണ് ട്രംപിനെ ഭയപ്പെടുന്നത്. അതായത് ഈ നിയമം ഉപയോഗിക്കുന്നത് വ്യാപാര നയത്തിനായി ഉപയോഗിക്കരുത്, അതിനായി ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ നിയമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ വഞ്ചിക്കുന്നതാണെന്നാണ് അവിടെയുള്ള നിയമവിദഗ്ധരടക്കം പറയുന്നത്. എന്തായാലും ഇത് പറഞ്ഞപ്പോഴാണ് ട്രംപ് ഇപ്പോൾ ഈ നിയമം അതിൽ കൈകടത്തി കഴിഞ്ഞാൽ അമേരിക്ക 1929 പോലെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്ന് കോടതിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.